ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ. ഇന്നേ ഗുരുവായൂർ പോവുകയാണ്, ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പോക്കാണ്. വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇന്ന് ഗുരുവായൂർ പോകുന്നുള്ളത്. പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഒരു തോന്നൽ, ഗുരുവായൂരൊന്ന് പോയിട്ട് വന്നാലോ എന്ന്. അപ്പോൾ അരുണിനോട് ചോദിച്ചപ്പോൾ അവന് ഓർഡർ പോകാനുണ്ടെന്ന് പറഞ്ഞ്, പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് നോക്കിയപ്പോൾ അവൻ പോരാന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നൊരു പോക്കാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. കണ്ണനെ കാണാൻ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങോട്ട് പോവുക. ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് വരിക. കാരണം കണ്ണനെ ഇട്ടേച്ച് പോകുന്നല്ലോ എന്നുള്ളൊരു വിഷമവും കൊണ്ടിട്ടാട്ടോ തിരിച്ചിങ്ങോട്ട് വരിക. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ ഗുരുവായൂർ വിശേഷങ്ങളാണ്. അപ്പോൾ ഗുരുവായൂർ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. പുതിയ കോസ്റ്റ്യൂമാണ്. ഗുരുവായൂർ എപ്പോൾ പോവുകയാണെങ്കിലും പുതിയ കോസ്റ്റ്യൂം ഇട്ടിട്ടേ ഞാൻ പോകാറുള്ളൂ. അത് മനസ്സും ശരീരവും ഡ്രസ്സും ഒക്കെ ഫ്രഷായിട്ട് പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായി. അതുകൊണ്ട് പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വൈകി തരാം കേട്ടോ. അങ്ങനെ ഗുരുവായൂരേക്കുള്ള യാത്ര തുടങ്ങി. ആരാ കൂടെ വരുന്നതെന്ന് കാണണ്ടേ? കാണിച്ചു തരാം കേട്ടോ. പറ്റിച്ചേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പറ്റിച്ചതാണെന്ന്. അല്ല കേട്ടോ, വൈക്കുന്ന എന്റെ ഫ്രണ്ട് കേറും. വേറൊന്നല്ല, ചില്ലറ പരിപാടീസ് ഉണ്ട്, റെഡിയാക്കണം. അത് നമ്മളെ ബസ്സിലെ ചേട്ടനാ, നന്ദനയുള്ള ചേട്ടനാ. നന്ദന ബസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണ്. എന്തായും പറയാൻ വന്നത്, എൻ്റെ ഫ്രണ്ടാണ് വരിക. അവനെ ഞാൻ കാണിച്ച് തരുത്തേയില്ല. അതോർത്ത് ആരും ടെൻഷൻ ആവണ്ട. ഞാൻ കാണിച്ച് തരൂല എന്ന് പറഞ്ഞാൽ കാണിച്ച് തരൂല. എന്തിനാണ് ഞാൻ എയറിൽ കയറുന്നത് പോലെ മറ്റുള്ളവരെ എന്തിനാണ് ഞാൻ എയറിൽ കയറ്റുന്നത്? അത് ഞാൻ കാരണം. അതുകൊണ്ട് അവനെ കാണിച്ചു തരൂല. അപ്പം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഗുരുവായൂരെത്തിയതിനു ശേഷം ചായ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. പുറത്തുനിന്ന് ചായ അങ്ങോട്ട് പോകുമ്പോൾ വെജിറ്റേറിയൻ ആണല്ലോ. അപ്പം പിന്നെ പുറത്തുനിന്ന് കുടിക്കുന്നതിനെക്കാട്ടും നല്ല വീട്ടിൽ നിന്ന് തന്നെ കുടിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു. ഉണ്ടല്ലോടോ, കോപ്പിറൈറ്റ് വരും. നിന്റെ പാട്ടല്ലേ, എന്തായാലും വരൂ, നിന്റെ പാട്ടിനേ വരുള്ളൂ. അപ്പൊ ചായയൊക്കെ കുടിച്ചു, കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം പോവുകയാണ്. ഇനി ലഞ്ച് അത് കഴിക്കണം. ഓക്കെ, അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ എനിക്ക് കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവനും കൂടി ഗുരുവായൂരേക്ക് പോവുകയാണ്. ഫ്രണ്ടിനെ ഞാൻ കാണിച്ചു തരൂല, അത് വിചാരിച്ചിട്ട് ആരും വീഡിയോ കാണണ്ട. കാരണം ഞാൻ എയറിൽ കയറിയാൽ മതി, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എയറിൽ കയറ്റണ്ട. നിങ്ങൾക്ക് എയറിൽ കയറ്റാനായിട്ട് ഞാനൊരു മുതലിനെ തന്നിട്ടുണ്ട്, അരുണേട്ടൻ. നിങ്ങളുടെ ഭാഷയിൽ കരുണേട്ടൻ. ആ കരുണേട്ടനെ എയറിൽ കയറ്റിയാൽ മതി. അപ്പോൾ ഇനി ഗുരുവായൂരെത്തണം. അതിൻ്റെ ഇടയ്ക്ക് ചോറ് കഴിക്കണം. ഞങ്ങൾ കുറച്ചൊന്ന് ലേറ്റായി. ഞങ്ങളുടെ സ്വഭാവം നല്ലതായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊന്ന് ലേറ്റ് ആവേണ്ടി വന്നു. 1-2 സ്ഥലത്ത് കയറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞാൻ കുറച്ചൊന്ന് ലേറ്റായി. അത് കഴിഞ്ഞിട്ട് ഇനി ലഞ്ച് കഴിച്ചിട്ട് പോവാണോ അല്ലെ അവിടെ എത്തിയതിന് ശേഷം കഴിക്കാണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ഗുരുവായൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വീട്ടിൽ നിന്ന് 10:30-11 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം 1 മണിയായി. ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ കോഴിക്കോട് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഞങ്ങളുടെ സ്വഭാവം നല്ലതായതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ലഞ്ച് നോക്കിയിട്ട് കഴിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, പണ്ടത്തെ സ്കൂള് കാലഘട്ടം ഓർമ്മ വരും കേട്ടോ. സ്കൂളിൽ പോകുന്ന സമയത്ത് ഓർമ്മയുണ്ടോ? സ്കൂളിൽ പോണ സമയത്ത് നെല്ലിക്ക പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. എടാ അവിടെ
സ്കൂൾ കാലഘട്ടത്തിൽ ഉള്ള ഒരു നൊസ്റ്റാൾജിയ. എനിക്ക് വേണ്ട കേട്ടോ, ഇങ്ങനെ തിന്നോള്. എടാ തരിപ്പ് പോട്ടോ, സുർക്കയാ. ഓനവിടെ കുതിരണിങ്ങാന് ആഹാ എന്താ ടേസ്റ്റ് പറഞ്ഞ് കുടിക്കുകയും. എനിക്ക് വേണ്ട, എനിക്കാവൂല ലൂസ് മോഷൻ കിട്ടാൻ. ഓൻ കുടിക്കട്ടെ. അങ്ങനെ നാം ഇവിടെ എത്തിയിട്ടുണ്ട്. പൈസ ഉണ്ടോ കൊടുക്കാന്? ബാഗിലുണ്ടായി. അല്ല, ഓല് ഗൂഗിൾ പേ പറ്റുമോ നോക്കിയതാ. അങ്ങനെ ഗുരുവായൂരെത്തി. പൊട്ട് കുത്തിയത് എങ്ങനെ? ഞാൻ ഇവിടെ എത്തിയിട്ട് കുത്താന്ന് വിചാരിച്ചതാ. സൂപ്പറായില്ലേ? പൈസ ഉണ്ടോടാ? 50 രൂപ. എന്നും അപ്പറാണ് പാർക്ക് ചെയ്യല്. പക്ഷെ ഇന്ന് എൻ്റെ കൂടെ വന്ന ആളോട് വഴി പറഞ്ഞു കൊടുക്കാൻ എനിക്കും അറിയില്ല, വഴി പറയാൻ അവനും അറിയില്ല. എടാ ലോക്കൊന്ന് ഉണക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറം പാർക്ക് ചെയ്തു. അതാണ് കണ്ണനെ പോയി കണ്ടിട്ട് വരെ. അരുണില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലാവുന്നത്. മഞ്ജുലാലിൻ്റെ അടുത്തുനിന്ന് നടന്ന് അങ്ങ് പോകണം. മറ്റേ ഞങ്ങൾക്ക് അവിടെ തന്നെ പാർക്കിങ് കിട്ടലുണ്ട് കേട്ടോ. പക്ഷെ ഇവനോട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇവന് നീ ഫസ്റ്റ് ടൈം ആടാ വന്നിട്ടില്ലേ? അങ്ങനെയാണ്. അങ്ങനെ മഞ്ജുലാലിൻ്റെ അടുത്ത് വണ്ടി നമ്മൾ എടുക്കാൻ ഇവിടുന്ന് അവിടെ വരെ ഇനിയിപ്പം വെയിലും കൊണ്ട് നടക്കണം. വൈകുന്നേരത്തെ വെയിൽ എന്ന് പറയുന്നത് മൈഗ്രൈന് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഏതായാലും വന്നതല്ലേ, മഞ്ജുളൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. അങ്ങോട്ടടാ, കോഴിക്കോട് അതാ അങ്ങോട്ടാടാ. ചാവക്കാട് പോയിട്ടാടാ പോണ്ടേ? എടാ അങ്ങോട്ടാടാ പോണ്ടേ. എന്റെ കൂടെ വഴി അറിയാത്ത ഒരാളാണുള്ളത്. എന്ത് കഷ്ടാണെന്നറിയോ? വഴി അറിയാത്ത ഒരാളെയും കൊണ്ടാ ഞാൻ വന്നത്. എന്നോട് ചോദിക്കുന്നത് നീ 100 പ്രാവശ്യം വന്നിട്ടില്ലേ, നിനക്ക് വഴി അറിഞ്ഞൂടെ? ഞാൻ വരുന്ന സമയത്തൊക്കെ ഉറക്കില്ലായിരിക്കും എന്നുള്ളത് ഇവൻ അറിയുന്ന ഒരു സംഭവം അല്ലല്ലോ. ഞാൻ കിടന്നുറങ്ങുക ചെയ്യല്. അപ്പോൾ എനിക്ക് ഈ റൂട്ടൊന്നും കറക്റ്റ് ഇപ്പോഴും അറിഞ്ഞൂടാ. 13 വർഷമായി ഞാൻ വരല് തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കണ്ണനെ കണ്ട് തൊഴുതു. എവിടുന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തൊരു നാശത്തിനെയും പിടിച്ചായിപ്പോയി ഞാൻ കൊണ്ടുവന്നത്. വാ 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 കോഴി അങ്ങനാന്ന് തോന്നുന്നു ഞാൻ. അപ്പോൾ 1-2 വീഡിയോ എനിക്ക് എടുക്കാൻ സമയം തന്ന് അതെന്നെ മഞ്ജുളാലിൻ്റെ അടുത്ത് നിർത്തിയത് കൊണ്ട് മാത്രം. അതിനെന്താ ഇങ്ങോട്ടേക്ക് വീഡിയോ എടുത്തു തരാനും മറ്റൊരു ആളുണ്ടായിട്ടല്ലേ? ഒരു ആളുണ്ടായിട്ട് ഭയങ്കര ഷെയിമേഡ്. ഞാൻ പറഞ്ഞില്ലേ, എന്നൊരു നാണക്കാടിനെയും കൊണ്ടാ ഞാൻ പോയത്. ഒരു വേണ്ട മനുഷ്യന്മാരെ നോക്കുന്നു ഈ വർത്താന. പക്ഷെ മഞ്ജുളാലിൻ്റെ അടുത്ത് എന്തോ ഭാഗ്യത്തിന് ആരുമില്ല. ഇങ്ങനെ ഓട്ടോറിക്ഷ മാത്രമേ പാസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടുന്ന് എന്തോ ഭാഗ്യത്തിന് എനിക്ക് എടുത്തു തന്ന്. ഇനി പോകുമ്പോഴൊക്കെ എൻ്റെ മോനെ കൂട്ടണം, അല്ലാണ്ട് എനിക്ക് ഒക്കൂല. മോനാണെങ്കിൽ വീഡിയോ എടുത്തു തരും. അപ്പോൾ മോനായിട്ട് ഇതുവരെ ഗുരുവായൂർക്ക് ഞാൻ കൊണ്ടുവന്നിട്ടും ഇല്ല കേട്ടോ. പിന്നെ നേരെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ നാട്ടിൽ പിടിക്കണം. അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതാ പോണതാ. എനിക്ക് വണ്ടി തള്ളാനൊരു തെണ്ടിയുടെ ആവശ്യമില്ല. വീഡിയോ എടുക്കാൻ എനിക്കൊരാളുടെ ആവശ്യമില്ല. നല്ല പായസം. ഓൻ ചട്ടിച്ചോറിന് പറഞ്ഞിട്ടുണ്ടായി.
അപ്പോൾ ഓന് പായസം കിട്ടുന്നു, അത് മെല്ലെ അടിച്ച് മാറ്റിയതാണ്. ഓൻ കഴിക്കുന്നത് ചിത്തിരിയേ കഴിക്കുള്ളൂ പാവക്കുട്ടി. ഞാൻ പിന്നെ മോഡേൺ മമ്മി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി 100-110 സ്പീഡിൽ വീട് പിടിക്കണം. എന്നിട്ട് പോയിട്ട് ഒന്ന് വാവോ ചാച്ചണം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ അവിടെ തീരും. അപ്പം അങ്ങനെയാണ് ഗുരുവായൂരത്തെ വിശേഷങ്ങളെല്ലാം. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പരദൂഷണം മീൻസ് എന്താണെന്നറിയോ, കമൻറ്റ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലിടൂല, യൂട്യൂബിൻ്റെ അകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് അസിലി.